ങ്ങളെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ, ജോലിഭാരങ്ങൾക്കിടയിൽ, പ്രാരാബ്ധങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾക്കിടയിൽ നാം എല്ലാവരും സദാ വിസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് മരണം എന്ന് പറയുന്ന പ്രതിഭാസം. മരിക്കും എന്നറിയാത്തവരല്ല നാം ആരും. എല്ലാ ആളുകൾക്കും അറിയാം അത് സംഭവിക്കാനുള്ളതാണ്. യാതൊരു നിലക്കും നീക്കുപോക്കുകളില്ലാത്ത ഒരു കാര്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എപ്പോൾ നിശ്ചയിച്ചുവോ ആ നിശ്ചയിക്കപ്പെട്ട പ്രത്യേകമായ സെക്കൻഡിൽ അത് നടക്കും. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ് കിതാബൻ മുഅജ്ജല. അവധി കൃത്യമായി അല്ലാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്, അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ രേഖപ്പെടുത്തപ്പെട്ട അവധി അതിന്റെ സമയമാകുമ്പോൾ ഒരാളോടും സമ്മതം ചോദിക്കാതെ തന്നെ ആ കാര്യം കൃത്യമായി തന്നെ സംഭവിക്കും എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയം ഇല്ല. പക്ഷേ മരണം ഉണ്ട് എന്ന് അംഗീകരിക്കുന്നതോടുകൂടി ആ യാഥാർത്ഥ്യത്തെ നേരിടാനുള്ള ഒരുക്കങ്ങൾ നമ്മിൽ കാണാതിരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് മരിക്കണ്ടേ എന്ന ബോധം ഇല്ലല്ലോ എന്ന് തോന്നിപ്പോകുന്നത്. ഒരു മനുഷ്യൻ അവനെ സ്വയം ഇങ്ങനെ എപ്പോഴും ഉപദേശിച്ചു കൊണ്ടിരിക്കേണ്ടത് എന്താണ്? മരിച്ചു പോകണം. പലപ്പോഴും നേരെ മറിച്ചാണ് നമ്മളൊക്കെ സംസാരങ്ങൾക്കിടയിൽ പറയാറുള്ളത്. നിങ്ങൾ എന്തിനാണ് ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഉപദേശിക്കുമ്പോൾ ആളുകൾ പലപ്പോഴും പറയും, നാമെല്ലാം പലപ്പോഴും പറയും, എന്ത് ചെയ്യാനാ, ജീവിച്ചു പോണ്ടേ, ജീവിച്ചു പോണ്ടേ എന്നാണ് മിക്കവരും പറയുന്നത്. ഏത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ മനുഷ്യ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? അപ്പോൾ കിട്ടുന്ന മറുപടിയാണ് ജീവിച്ചു പോണ്ടേ. വാസ്തവത്തിൽ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുകയും നാം മറുപടി പറയുകയും ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ മനസ്സിനോട് ജീവിച്ചു പോണ്ടേ എന്നതിലപ്പുറം മരിക്കണ്ടേ, ഖബറിൽ കിടക്കണ്ടേ, മഹ്ശറിൽ പോയി നിൽക്കണ്ടേ, തന്റെ നന്മതിന്മകളുടെ റിക്കാർഡുകൾ ഏറ്റുവാങ്ങണ്ടേ, ഒരാളും തണിയും തുണയുമില്ലാത്ത ദിവസം തന്റെ കാര്യം താൻ തന്നെ സംസാരിക്കണ്ടേ, താൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് വളർത്തിയുണ്ടാക്കുന്ന തന്റെ ശരീരവും തന്റെ മക്കളും പോലും തനിക്കെതിരായി രംഗത്ത് വരുന്ന ദിവസം തനിക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കണ്ടേ? ഈ ബോധമല്ല പലപ്പോഴും നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഖേദകരമാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം മനസ്സിനെ വിളിച്ചുകൊണ്ട് ശരീരത്തോട് പറയുമായിരുന്നു, കഫാ ബിൽ മൗതി വാഇളൻ യാ ഉമർ. ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വന്തത്തെ വിളിച്ചു പറയുകയാണ്, കഫാ ബിൽ മൗതി വാഇള യാ ഉമർ. ഉമറേ, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഉമറേ, ഏറ്റവും വലിയ ഉപദേശകനായി മരിക്കണം എന്ന ചിന്ത മതി കേട്ടോ. മരിച്ചു പോകണം, മരണപ്പെടണം, ഇവിടെ ശാശ്വതമല്ല, ഇവിടുന്ന് പോകണം. ആ ഒരൊറ്റ ബോധം തന്നെ മതി നിനക്ക് ഉപദേശമായിട്ട് എന്ന് സ്വന്തത്തെ വിളിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വർഗമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവ് കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കഫാ ബിൽ മൗതി വാഇള യാ ഉമർ. ഉമറേ, മരിക്കണം എന്ന ചിന്ത തന്നെ മതി ഏറ്റവും വലിയ ഉപദേശമായിട്ട്. എവിടെ വെച്ച് മരിക്കുമെന്നറിയാത്തവരാണ് നമ്മൾ. ഏത് സമയത്ത് മരിക്കുമെന്നറിയാത്തവരാണ് നമ്മൾ. നടത്തത്തിൽ മരിക്കാം. എത്രയോ ആളുകൾ നടക്കാനിറങ്ങിയവർ നടക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് നമ്മൾ കേട്ടു. ജീവിതത്തിലെ ഒരുപാട് നിലച്ചിരിക്കാത്ത സന്ദർഭങ്ങളിൽ മരണപ്പെട്ട വാർത്തകൾ നമ്മൾ അടുത്ത ദിവസങ്ങളിലും വായിച്ചു. സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടി ക്യൂവിൽ നിന്നിരുന്ന വോട്ടർ കുഴഞ്ഞു വീണു മരിച്ചു. വോട്ടെടുപ്പിന്റെ ജോലിയിൽ മുഴുകിയിരുന്ന പ്രിസൈഡിംഗ് ഓഫീസർ തന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ചു.
പ്രവാസി അവന്റെ യാത്രക്കിടയിൽ വീട്ടിലേക്ക് എത്തുന്നതിനിടയ്ക്ക് നാട്ടിൽ എയർപോർട്ടിൽ ഇറങ്ങി വീട്ടിലേക്കുള്ള യാത്രാമധ്യേ മരണപ്പെട്ടു. വീട്ടിൽ ചെന്ന് കുടുംബത്തെ കണ്ട് ഒരു 10 മിനിറ്റേ കഴിഞ്ഞുള്ളൂ, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്ക് ഒരു നിവൃത്തിക്ക് വേണ്ടി ഗൾഫിലേക്ക് എത്തിയ പ്രവാസി റോഡ് ക്രോസ് ചെയ്യുകയാണ്, മിഞ്ഞാന്ന് വന്നിട്ടേയുള്ളൂ, അതാ ഇന്ന് മരിക്കുന്നു. ഈ രൂപത്തിലുള്ള വാർത്തകൾ നിരന്തരം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം. മരിക്കണം മനുഷ്യ, മരിക്കണം. എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാത്മാവിനും ഒരു ശരീരത്തിനും പിടിയില്ല, അറിയില്ല. അതറിഞ്ഞുകൂടാ. അതറിയാവുന്നവൻ നാഥൻ മാത്രമാണ്. അതുകൊണ്ട് എപ്പോഴും അതിനെ നേരിടാനുള്ള ഒരുക്കവും ചിന്തയുമാണ് ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും അറുത്ത് മുറിച്ച് കളയുന്ന ഒരു കാര്യമുണ്ടതാണ് മരണം. അതിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണം. മരണത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായാലുള്ള ഗുണമെന്താണ്? ഫഇന്നഹു ലം യദ്കുറുഹു ഫീ ദീഖിൻ മിനൽ ഐശി ഇല്ലാ വസഅഹു അലൈഹി. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന നേരത്ത് മനസ്സ് വിഷമിച്ചപ്പോഴാണ് ഒരാൾ മരിക്കണല്ലോ എന്നോർത്തതെങ്കിൽ അവന് തോന്നും, എനിക്ക് കിട്ടിയത് തന്നെ എമ്പാടുമാണ്, എനിക്കൊരു പ്രയാസമില്ല എന്ന് തോന്നും. അതുപോലെ തന്നെ വലാ ദക്റഹു ഫീ സഅത്തിൻ ഇല്ലാ ദയ്യഖഹാ. ജീവിതത്തിന്റെ വലിയ സുഖസൗകര്യങ്ങളിൽ ആറാടിക്കൊണ്ട് മതിമറന്ന് ജീവിക്കുമ്പോ ഓർത്തോ മരണത്തെ, എങ്കിൽ ഇങ്ങനെ പോയാൽ പോരാ എന്ന ഒരു മറുചിന്തക്കത് നിനക്ക് നിമിത്തമായേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മഹാന്മാരിൽ നിന്ന് ധാരാളം ഉദ്ധരണികൾ ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എപ്പോഴും മനുഷ്യൻ മന്നക്സറ ദിക്റൽ മൗത്ത്, ആരെങ്കിലും മരണത്തെ കുറിച്ചുള്ള ചിന്ത അധികരിപ്പിച്ചു കഴിഞ്ഞാൽ 3 ഗുണങ്ങൾ അവന് കിട്ടുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. 3 ഗുണമുണ്ട്. എനിക്ക് മരിക്കണമല്ലോ, മരിച്ചു പോകണമല്ലോ, ഖബറിൽ കിടക്കണമല്ലോ, മഹ്ശറുണ്ടല്ലോ, വിചാരണയുണ്ടല്ലോ, നരകമുണ്ടല്ലോ. ഈ ബോധത്തോടുകൂടെ മനുഷ്യൻ ഇടയ്ക്കിടെ അവന്റെ മനസ്സിനെ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് കിട്ടുന്നത് 3 ഗുണങ്ങളാണ്. ഒന്ന്, തഅ്ജീലുത് തൗബ. തഅ്ജീലുത് തൗബ, തൗബ അവൻ പെട്ടെന്ന് നടത്തും. പെട്ടെന്ന് തൗബ ചെയ്യാനുള്ളൊരു മനസ്സ് വരും. കാരണം നാളെയാവാം, അടുത്ത ദിവസമാവാം, വരും കൊല്ലത്തെ ഹജ്ജിന് മക്കത്തുനിന്നാവാം, വരുന്ന റമളാനിനാവാം, അതിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രിയിലാവാം എന്നൊക്കെ പറഞ്ഞ് നീട്ടി വെക്കാൻ ഒരു മനുഷ്യന് എന്താ അർഹതയുള്ളത്? ആരാണവന് ഗ്യാരണ്ടി കൊടുത്തത്? നീ അടുത്ത റമളാനിലുണ്ടാകും, നീ അടുത്ത ഹജ്ജിന് മക്കയിലെത്തും, നീ നിന്റെ ഇന്ന കാലത്ത് സമയത്ത് നിനക്ക് ഈ ജീവിതത്തിൽ ഭൂമിയിൽ ബാക്കിയുണ്ടാകും. ആരാ ഉറപ്പ് കൊടുത്തത്? ആർക്കാണതിന് കഴിയുക? അതുകൊണ്ടൊരു മനുഷ്യൻ, ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോ അതാ തൊട്ട സെക്കൻഡിൽ തന്നെ ഞാൻ മരിക്കുമെങ്കിൽ, തൊട്ടടുത്ത ദിവസം പോലും അതല്ലെങ്കിൽ അടുത്ത സമയം പോലും ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ലെങ്കിൽ, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഒരു പ്രവാസിയെ പോലെ നീ ദുനിയാവിൽ ജീവിച്ചോ. പ്രവാസിയുടെ ജീവിതത്തിന്റെ ഒറിജിനൽ നാടല്ല അവന്റെ പ്രവാസലോകം. തിരിച്ചു പോകാൻ ഒരു നാടുണ്ട്, എപ്പോഴും പോകാനുള്ള ഒരുക്കമാണ് പ്രവാസി നടത്തേണ്ടത്. അതുപോലെ ദുന്യാവ് തന്നെ നമുക്കൊരു പ്രവാസലോകമാണ്. ഒറിജിനൽ മടങ്ങി ചെല്ലാനുള്ള വീട് പരലോകമാണ്. ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിരിക്കണം മനുഷ്യൻ ഈ ഭൂമിയിൽ. ഒരു വഴിയാത്രക്കാരൻ ഒരു സ്ഥലത്ത് അല്പം റെസ്റ്റിനിറങ്ങിയാൽ അവിടെ തന്നെ അങ്ങനെ കഴിച്ചു കൂട്ടൂല. അവനവിടെ താമസിക്കുമ്പോഴൊക്കെ അങ്ങനെ ഓർമ്മയുണ്ട്, എന്ത് എപ്പോഴാ ശരിയാവാ, ശരിയായ അവിടുന്ന് വേഗം പോണം. അതുപോലെ ആയിക്കോ എന്നാണ്. നീ പ്രഭാതത്തിലായാൽ പ്രദോഷത്തെ നീ പ്രതീക്ഷിക്കരുത്. നീ പ്രദോഷത്തിലായാൽ പ്രഭാതത്തെയും നീ പ്രതീക്ഷിക്കരുത്. നമ്മൾ വൈകുന്നേരം ഉണ്ടാകുമോ അറിയില്ല, നാളെ കാലത്തുണ്ടാകുമോ അറിയില്ല. എപ്പോഴും അതിന് ആ രൂപത്തിലുള്ള സംവിധാനമാണ് ലോകത്തുള്ളതെങ്കിൽ ഇനി ഞാൻ വൈകിക്കേണ്ടതില്ല. എന്റെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ, പാപങ്ങളില്ലാതെ എനിക്ക് എന്റെ നാഥനെ കണ്ടുമുട്ടണമെങ്കിൽ എന്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതാ വളരെ പെട്ടെന്ന് ഖേദിച്ചു മടങ്ങിക്കോ.
അപ്പൊ എന്റെ മനസ്സെന്നോട് പറയും ഉടനെ തൗബ ചെയ്യണം. എപ്പോ അള്ള വിളിച്ചാലും പോകാൻ റെഡിയാകുന്ന നിലക്ക് പാപങ്ങളുടെ കറകളെ കഴുകിക്കളയണം. ഈ ബോധം ഒരാൾക്കില്ലെങ്കിലോ അവൻ തസ്വീഫു തൗബ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവൻ പിന്നെ തൗബ നീട്ടിവെക്കും. മരണബോധമുള്ളവൻ തൗബ ഉടനെ ചെയ്യും. മരണബോധമില്ലാത്തവനോ പിന്നെയാവാം എന്ന് നീട്ടിവെക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? വഖനാഅത്തുൽ ഖൽബി, ഹൃദയത്തിന് മനസ്സിന് വലിയ ആശ്വാസം തോന്നും. ജീവിതത്തിൽ തനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന നിരാശ തോന്നില്ല. റബ്ബേ, നീ എനിക്ക് എത്രയാണ് നൽകിയിട്ടുള്ളത്, നീ നൽകിയിട്ടുള്ളതിൽ ഞാൻ സംതൃപ്തനാണ്. കാരണം ഇതൊന്നും ഇവിടെ എനിക്ക് ശാശ്വതമല്ലല്ലോ. നീ എനിക്ക് വിധിച്ചതെനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിലെനിക്ക് പരാതിയില്ല. ഞാൻ സംതൃപ്തനാണ് റബ്ബേ, എനിക്കെന്റെ മരണം നന്നായി കിട്ടിയാൽ മതി. ആ ബോധമുണ്ടാവുക മരണചിന്തയുള്ളവനാണ്. അല്ലാത്തവൻ ആ സ്ഥാനത്ത് പകരം വരുന്നത് എന്താണ്? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവം അവൻ ഉണ്ടാവില്ല. ദുരമൂത്തവൻ ഓടിക്കൊണ്ടിരിക്കും. ദുരമൂത്തവൻ ഓടിക്കൊണ്ടിരിക്കും. എത്രത്തോളം അവനോടും? ലൗകാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ ലതമന്നാ അൻ യകൂന ലഹു സാലിസുൻ. ഒരു മനുഷ്യന് സ്വർണത്തിന്റെ 2 താഴ്വരകൾ ഉണ്ടായിരുന്നാലും ആ മനുഷ്യൻ കൊതിച്ചു പോവുക തന്നെ ചെയ്യും. അൻ യകൂന ലഹു സാലിസുൻ, മൂന്നാമത്തൊരു സ്വർണത്താഴ്വര കൂടി ഉണ്ടായെങ്കിൽ. 2 സ്വർണത്താഴ്വരയുടെ മുതലാളിയാ മൂപ്പര്, എന്നാൽ അയാളും കൊതിക്കും മൂന്നാമത്തെ ഒന്നും കൂടെ കിട്ടിയെങ്കിൽ. ദുരമൂത്തവനോടും അവന്റെ ഈ അത്യാർത്തി അത് നിറക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. ഇല്ല തുറാബ്, ഖബറല്ലാതെ മണ്ണിൽ വെക്കോളം മരിക്കോളം ഈ ആർത്തിയോട് മനുഷ്യരോടും. അതെന്താ കാരണം? മരിക്കണം എന്നുള്ള ചിന്തല്ല. അപ്പൊ അവൻ ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. മറിച്ച് മരിക്കണമെന്ന ബോധമുള്ളവനോ ദുന്യാവിൽ ജീവിക്കാൻ ആവശ്യമായത് നാഥാ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവന് കിട്ടിയതുകൊണ്ട് അവൻ തൃപ്തിപ്പെടുന്നു. കിട്ടാത്തതിൽ അവൻ നിരാശ പൂണ്ടുകൊണ്ട് നെട്ടോട്ടമോടുന്നില്ല. ഖനാഅത്തുൽ ഖൽബ്, അവന്റെ മനസ്സിന് ആശ്വാസമാണ്, തൃപ്തിപ്പെടുന്നു. മൂന്നാമത്തെ ഗുണം, മരണചിന്തയുള്ളവർക്ക് കിട്ടുന്ന മൂന്നാമത്തെ ഗുണം, വനശാത്തുൽ ഇബാദത്തി, ഇബാദത്തിന് വലിയ ഉന്മേഷമായിരിക്കും. ഇബാദത്ത് ചെയ്യാൻ വലിയ ആവേശമായിരിക്കും. അവൻ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവന് പേടിയാണ്, ഇതെന്റെ അവസാനത്തെ നിസ്കാരമായാലോ. ജുമഅക്ക് പങ്കെടുക്കുമ്പോ അവന്റെ മനസ്സ് മന്ത്രിക്കുന്നു, ഇതൊരു പക്ഷേ ഈ ഭൂമിയിലെ എന്റെ അവസാനത്തെ ജുമഅയായേക്കാം. ഏതൊരു കാര്യത്തിലും അപ്പോൾ അവന് കൂടുതൽ എന്ത് ചെയ്യുകയാണ്? ഇബാദത്തിന് വലിയ ആവേശം, ഇബാദത്ത് ചെയ്യാൻ ഉന്മേഷം, ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അവൻ ആവേശം കൂടി വരും. എന്താ കാരണം? ഇനി അധികം സമയമല്ല, എപ്പോഴാ വിളിക്കാന്നറിയില്ല, എപ്പോഴാണ് നാഥന്റെ വിളി എന്നറിയില്ല. ഉടനെ സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടണം, വളരെ പെട്ടെന്ന് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബാദിറൂ ബിൽ അഅമാലി സബ്അൻ, 7 കാര്യങ്ങൾ ഇതാ വരുന്നതിന്റെ മുമ്പ് സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊരു കാര്യം ചോദിക്കുന്നു, നിങ്ങളുടെ എല്ലാം നശിപ്പിച്ചു കളയുന്ന മരണത്തെയാണോ നിങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്നത്? മരണം വരുന്നതിന്റെ മുമ്പേ വേണ്ട രൂപത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തോളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതേ അവസരത്തിൽ മരണബോധമില്ലാത്തവന് ഇബാദത്തുകൾക്ക് ഉത്സാഹമുണ്ടാകുന്നതിന്റെ സ്ഥാനത്ത് വരുന്നത് എന്താണ്? അത്തകാസുലു ഫിൽ ഇബാദ, അവൻ ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നതിൽ കസ്ലാനായിരിക്കും. താല്പര്യമില്ല, നിസ്കരിക്കാൻ താല്പര്യമില്ല, ജമാഅത്തിന് പോകാൻ താല്പര്യമില്ല, ഖുർആൻ ഓതാൻ താല്പര്യമില്ല, നോമ്പെടുക്കാൻ താല്പര്യമില്ല, ഒരു കാര്യത്തിനും അവന് താല്പര്യമില്ല. ഇബാദത്തുകളൊക്കെ ഒരു ചടങ്ങായി നിർവഹിക്കും. ദുനിയാവിന്റെ കാര്യങ്ങളിൽ ഉന്മേഷത്തോടെ പ്രവർത്തിക്കും. ഉഖ്റവിയായ കാര്യങ്ങളിൽ അവൻ മഹാമടിയനും അലസനുമാണ്, അതിലവന് താല്പര്യമില്ല. ഈ 3 സൽഗുണങ്ങൾ യഥാർത്ഥത്തിൽ മരണബോധമുള്ളവന് വരുന്നതാണെങ്കിൽ അതിന്റെ പകരം വരുന്ന 3 ദുർഗുണങ്ങൾ മരണബോധമില്ലാത്ത ആളുകൾക്ക് സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും വേണം എന്ന് കൃത്യമായി തന്നെ പറയുന്നത്. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം അബൂദർദാ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, മൻ അക്സറ ദിക്റൽ മൗത്ത് ഖല്ല ഫറഹുഹു വഖല്ല ഹസദുഹു. മരണചിന്ത ഒരാൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ ദുനിയാവിലെ പളവളപ്പിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിലും അത്യാഹ്ലാദത്തിനും ഒരു കുറവ് വരും.
വല്ലാതെ ആഹ്ലാദിച്ച് കുതിച്ച് മതിച്ച് നടക്കണ്ട, അതിനൊരു കമ്മി വരും, മരിക്കണം എന്ന് മനസ്സിനെ പഠിപ്പിച്ചാൽ. മനുഷ്യനെ വരിഞ്ഞു മുറുക്കുന്ന മാരകമായ രോഗമാണ്. അവന്റെ സൽക്കർമ്മങ്ങളെപ്പോലും തീ വിറകിനെ തിന്ന് നശിപ്പിക്കും പോലെ നശിപ്പിക്കുന്ന മാരകമായ മാനസിക രോഗമാണ് അസൂയ. അത് കുറയാൻ നല്ലത് മരണത്തെക്കുറിച്ച് ഓർക്കല. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ അസൂയയെ കുറക്കും. എപ്പോൾ ആ ബോധം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പറ്റ വിട്ടകന്നു പോകുന്നുവോ, അതൊരു മനുഷ്യനിൽ നിന്ന് വിട്ടകന്നു പോയാൽ അവന്റെ ഖൽബ് ഫാസിദായി പോയി എന്നാണ് സാലിഹുൽ മുർരി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയത്. ഇതെല്ലാം പണ്ഡിതന്മാരവരുടെ അസ്സുഹുദ് എന്ന ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അവിടുത്തെ തദ്കിറ എന്ന ഗ്രന്ഥത്തിലുമൊക്കെ ഉദ്ധരിച്ച ഉദ്ധരണികളാണ്. ഇതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ കിടന്നുകൊടുക്കേണ്ടുന്ന നമ്മൾ ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള ചിന്തക്ക് മനസ്സിനെ മെരുക്കിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സുകൾ കടുത്തുറച്ചു പോകും. മനസ്സുകൾ കടുത്തുറച്ചു പോകാതിരിക്കാൻ 3 മാർഗങ്ങളതാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അതിലൊരു മാർഗം എന്താണ്? അതിലൊരു മാർഗം അൽ-ഇഖ്ലാഉ അമ്മാ ഹിയ അലൈഹി ബിഹുദൂരി മജാലിസിൽ ഇൽമി ബിൽ വഅദ്. ഇസ്ലാമികമായ ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തപ്പെടുന്ന മജ്ലിസുകളിൽ ഹാജരായിക്കൊണ്ട് അതിന് വിരുദ്ധമായ മജ്ലിസുകളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. അത് മനുഷ്യന്റെ ഖൽബിനെ നേർമയാക്കും. എന്താ പറഞ്ഞത്? മനുഷ്യന്റെ മനസ്സിനെ പൈശാചികമായ ദുർബോധനങ്ങളിലേക്ക് വലിച്ചിഴക്കുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, വഅളുകൾ പറയുന്ന ഉത്ബോധനങ്ങൾ നടക്കുന്ന ആത്മീയ സദസ്സുകളിൽ ഒരു മനുഷ്യൻ വന്നിരിക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് മനസ്സിനെ നൈർമല്യമുള്ളതാക്കുവാൻ അവന് സാധിക്കുമെന്നാണ് പറയുന്നത്. വളരെ ചിന്തിക്കുക. ലോകം മാടി വിളിക്കുകയാണ്, പത്രങ്ങൾ മാടി വിളിക്കുകയാണ് ഓരോരുത്തരെ. വലിയ കളർഫുൾ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് മാടി വിളിക്കുകയാണ്. ഇതാ ഇന്ന രൂപത്തിലുള്ള പരിപാടി ഇന്ന സ്ഥലത്ത് നടക്കാൻ പോകുന്നു, ടിക്കറ്റ് ഇന്ന സ്ഥലങ്ങളിൽ കിട്ടും, ഇന്ന രൂപത്തിലൊക്കെ സംവിധാനങ്ങളുണ്ട്, ഇന്ന ആളുകളൊക്കെ വരുന്നുണ്ട് എന്ന കളർഫുൾ ചിത്രങ്ങളിലൂടെ, പരസ്യങ്ങളിലൂടെ മാടി വിളിക്കുകയാണ്. വിശ്വാസികളെ, ആ മജ്ലിസുകളെ നാം ഒരിക്കലും അങ്ങോട്ട് പോകരുത്. നമ്മുടെ മരണചിന്തയെ അത് തകർക്കും, നമ്മുടെ മരണചിന്തയെ അത് നശിപ്പിക്കും. നമ്മുടെ മരണചിന്തയെ നിലനിർത്താൻ മജ്ലിസുൽ ഇൽമുകളെ, മജ്ലിസുൽ വഅളുകളെ, ആത്മീയ സദസ്സുകളെ, അല്ലാഹുവിനെ പറയുന്ന, റസൂലുള്ളാഹിനെ പറയുന്ന, സ്വഹാബത്തിനെ പറയുന്ന, ഇസ്ലാമികമായ നിയമനിർദ്ദേശങ്ങൾ പറയുന്ന ആ രൂപത്തിലുള്ള മജ്ലിസുകളിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ കണ്ണും കാതും ഖൽബും നാം കൊടുക്കുന്നുണ്ടെങ്കിൽ, അത്തരം മജ്ലിസുകളിലേക്ക് മാത്രം കൊടുത്താൽ പ്രിയപ്പെട്ടവരെ, മരിക്കണം എന്ന ബോധം നമ്മുടെ മനസ്സിൽ പച്ചയായി നിലനിൽക്കും. അതല്ലെങ്കിൽ പിശാച്ചിന്റെ മജ്ലിസുകളിലേക്ക് പോയാൽ മരണചിന്തയല്ല ഉണ്ടാകുന്നത്, ഇനിയും ഒരുപാട് കൂത്താടാനുണ്ട്, ലോകത്ത് സുഖിക്കാനുണ്ട് എന്ന വലിയ ഓഫറുമായിട്ട് മടങ്ങിപ്പോരും. പക്ഷേ ഖബറിൽ വളരെ മോശമായിരിക്കും, അന്ത്യം മോശമായിരിക്കും, മഹ്ശറിൽ നരകമായിരിക്കും. സംശയിക്കേണ്ടതില്ല. സാന്ദർഭികമായി എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധയിൽ ഞാനത് ഉണർത്തുകയാണ്. ഒന്നാമത്തെ മാർഗം അതാണ്. രണ്ടാമത്തെ മാർഗം ദിക്റുൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ തന്നെ. അത് തന്നെ മനസ്സിനോട് തിന്മകൾ ചെയ്യാൻ തോന്നുമ്പോൾ, തിന്മകളിലേക്ക് പോകാൻ തോന്നുമ്പോൾ മരിച്ചു പോകണം എന്ന ബോധം നിലനിർത്തുക. മൂന്നാമത്തെ മാർഗം മുശാഹദത്തുൽ മുഹ്തദിരീൻ, മരണം ഹാജരായ ആളുകളെ പോയി കാണുക, മരണാസന്നരായി കിടക്കുന്ന രോഗികളെ കാണുക, ആ മരണം നേരിൽ കാണുക, മയ്യത്തുകൾ സന്ദർശിക്കുക, ജനാസകളിൽ പങ്കെടുക്കുക. ഇതൊക്കെ നമ്മുടെയും മനസ്സുകൾക്ക് എനിക്കും അതേ രൂപത്തിൽ ഒരു ദിവസം ഞാനും ഇങ്ങനെ കിടക്കേണ്ടവനാണ്, ഇങ്ങനെ ശ്വാസം വലിക്കും, ഇങ്ങനെ കൈകാലിട്ടടിക്കും, എന്റെ കൈകാലുകൾ കൊണ്ട് ഞാൻ എരിവരി കൊള്ളും, ഞാനും എന്റെ കണ്ണു തുറിക്കുന്ന, നാവ് കടിക്കുന്ന, വായ വിളർക്കുന്ന, കണ്ണു തുറിക്കുന്ന അത്യന്തം ഭീകരമായ മരണത്തിന്റെ സക്കറാത്ത് കാണുമ്പോ, റബ്ബേ, ഇത് ഈ മനുഷ്യന് മാത്രമല്ലല്ലോ, എല്ലാ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരൊറ്റ മനുഷ്യനും അത് രുചിക്കാതിരിക്കില്ല. എല്ലാ മനുഷ്യരും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്. പടച്ച റബ്ബാണ് പറയുന്നത്, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കപ്പെടുന്നത് പരലോകത്ത് വെച്ചാണ്, അന്ത്യനാളിൽ വെച്ചാണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ,
മിനന്നാർ, നരകത്തിയിൽ നിന്ന് ആരകറ്റപ്പെട്ടുവോ, വൗദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ ആര് പ്രവേശിപ്പിക്കപ്പെട്ടുവോ, ഫഖദ് ഫാസ്, അവൻ മാത്രമാണ് ജേതാവെന്നാണ്, അവൻ മാത്രമാണ് വിജയിച്ചവനെന്നാണ് നമ്മെ പടച്ച നാഥൻ പറയുന്നത്. പക്ഷേ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മറപ്പിക്കാൻ ദുനിയാവിൽ ഒരുപാട് വഞ്ചനകൾ ഉണ്ടാകും. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവ് കേവലം വഞ്ചിക്കുന്ന വിഭവങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. ചിന്തിക്കുക, ആലോചിക്കുക പ്രിയപ്പെട്ടവരെ. ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വന്തത്തോട് പറഞ്ഞതുപോലെ പറയുക, കഫാ ബിൽ മൗതി വഅള, മരിക്കണം എന്ന ചിന്ത തന്നെ മതി വലിയ വഅളായിട്ട്. ആ ബോധം നമ്മുടെ മനസ്സിലെന്നും നിലനിർത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹ് നിശ്ചയിച്ച മരണം വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ഏതു പ്രവർത്തനങ്ങളും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രീതിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ നമുക്കതാണ് കിട്ടുക. വമൻ യുരിദ് സവാബദ് ദുനിയാ നുഅ്തിഹി മിൻഹാ വമൻ യുരിദ് സവാബൽ ആഖിറതി നുഅ്തിഹി മിൻഹാ വസനജ്സി ശാകിരീൻ. പടച്ചവന് വേണ്ടി പ്രവർത്തിച്ചവർക്ക് അത് പരലോകത്ത് കിട്ടും. ദുനിയാവിന് വേണ്ടിയാണോ പ്രവർത്തിച്ചത് എങ്കിൽ ഇവിടെ അള്ളാഹ് ചിലതൊക്കെ തന്നേക്കും. പക്ഷേ നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ, നമുക്ക് പരലോകമാണല്ലോ വേണ്ടത്. നന്ദി ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹ് ഏറെ നൽകും. വസനജ്സി ശാകിരീൻ. നാഥൻ നമുക്ക് നൽകിയ ഈ ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യവും സമ്പത്തുമാകുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് ശാകിരീങ്ങളായി ജീവിച്ചുകൊണ്ട് റബ്ബിൽ നിന്ന് സ്വർഗമാകുന്ന ജസാ നേടിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ അത്യധ്വാനം തന്നെ വേണ്ടിവരും. അങ്ങനെ അത്യധ്വാനം ചെയ്യാനുള്ള ഉന്മേഷം, കഴിഞ്ഞുപോയ ഇന്നലകളെ കുറിച്ച് തേറ്റു പറഞ്ഞുകൊണ്ട് തെറ്റിനാഥന്റെ മുമ്പിൽ സമ്മതിച്ച് തൗബ ചെയ്യാനുള്ള മനസ്ഥിതി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ആ മനോഗതി, ഇതൊക്കെ നൽകിക്കൊണ്ട് നമ്മെ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തന്നുകൊണ്ട് നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗീയാരാമത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ചു ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. സർവശക്തനായ നാഥൻ യഥാർത്ഥമായ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം എന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ ആരും മന്യരല്ല എന്നത് ആയത്തുകളോ ഹദീസുകളോ ഉദ്ധരിച്ച് പറയേണ്ടുന്നൊരു യാഥാർത്ഥ്യമല്ല. നിത്യജീവിതത്തിൽ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ലോകം കണ്ട ഒരുപാട് മഹാന്മാർ ഈ ലോകത്തു നിന്ന് പിരിഞ്ഞുപോയി. ഒരുപാട് നേതാക്കന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞു. നാം ജീവിക്കുന്ന ഈ ഇമാറാത്തിന്റെ ഒരു സ്റ്റേറ്റ് റഅസുൽ ഖൈമയിൽ 60-ലേറെ വർഷമായി ഭരണസാരഥ്യം വഹിച്ചിരുന്ന മഹാനായ ഒരു ഭരണാധികാരി അശ്ശൈഖ് സഖറുൽ ഖാസിമി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ മരണം അറിയാത്തവരായി ഇമാറാത്തിലെ പ്രവാസികൾ പോലും ഉണ്ടാവില്ല. ശാന്തനും സൽസ്വഭാവിയും സ്വദേശികളോടും വിദേശികളോടുമൊക്കെ വളരെയേറെ കാരുണ്യവും സൗഹാർദ്ദവുമൊക്കെ കാത്തുസൂക്ഷിച്ചിരുന്നിരുന്ന വന്യവയോധികനായ ഭരണാധികാരി ഒരുപാട് കാലമായി കിടപ്പിലായിരുന്നു. ഒരുപാട് സേവനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ ഓർക്കാൻ, വിദേശികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എമ്പാടും കാര്യങ്ങൾ നമ്മുടെ തന്നെ മനസ്സിലുണ്ട്. ഒരുപക്ഷേ പുതുതായി ഇവിടെ എത്തിയ പല പ്രവാസി മലയാളികൾക്ക് പോലും അതൊരുപക്ഷേ അറിവുണ്ടാകില്ല. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ന് നാം ഈ പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. ആ രൂപത്തിൽ വെള്ളിയാഴ്ച തോറുമുള്ള ഉത്ബോധനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ നിർവഹിക്കുവാനുള്ള സംവിധാനം ഇമാറാത്തിൽ അതിന് നമുക്ക് ആദ്യ അനുവാദം കിട്ടിയത് 23 കൊല്ലങ്ങൾക്ക് മുമ്പ് റഅസുൽ ഖൈമയിലെ ഷെയ്ഖ് സഖറുൽ ഖാസിമി റഹിമഹുള്ളയുടെ സംസ്ഥാനത്തായിരുന്നു. 23 കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഇമാറാത്തിൽ ഒരു മലയാള ഖുത്ബയുടെ ശബ്ദം കേട്ടത് റഅസുൽ ഖൈമയിലായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇസ്ലാമികമായ ദഅവത്തിനുള്ള കേന്ദ്രങ്ങൾ നമുക്ക് തുറന്നു കിട്ടി. അതേ ഖാസിമി കുടുംബം നിലകൊള്ളുന്ന ഈ മഹത്തായ ഷാർജയുടെ ഭരണാധികാരിയും 20-ലേറെ കൊല്ലമായി നമുക്കും ഇവിടെ അനുവാദമുണ്ട്. ഓരോ കാര്യങ്ങളിലും വലിയ സേവനമാണ് ഇസ്ലാമിക ദഅവത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഓർക്കാനുള്ളത്.
മറ്റൊരു കാര്യമുണ്ട്, ആദ്യമായി മലയാളികൾക്ക് വേണ്ടി മലയാളത്തിൽ റേഡിയോയിലൂടെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഒരു റേഡിയോ സംരംഭം അനുവദിച്ചു കിട്ടിയത് റാസുൽ ഖൈമയിലായിരുന്നു. ഒരുപക്ഷെ അതാർക്കും അറിവുണ്ടാവില്ല. റാസുൽ ഖൈമ റേഡിയോ എന്ന പേരിൽ ആദ്യമായി അനുവാദം കിട്ടിയത് റാസുൽ ഖൈമയിലെ നമ്മുടെ പ്രവർത്തകരാണത് തുടങ്ങിവെച്ചത്. മുഴുനീള ഇസ്ലാമികമായ രൂപത്തിലുള്ള റേഡിയോ സംവിധാനമായിരുന്നു. ഖുർആൻ ക്ലാസുകൾ, ഹദീസ് ക്ലാസുകൾ, ചോദ്യോത്തരം, ഇസ്ലാമികമായ ക്വിസ് പ്രോഗ്രാമുകൾ, ആ രൂപത്തിൽ മുഴുവൻ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനൽ, ഒരു റേഡിയോ ആദ്യമായി അനുവാദം കിട്ടിയത് റാസുൽ ഖൈമ റേഡിയോ ആയിരുന്നു. ഇന്നത് മറ്റു കരങ്ങളിലേക്ക് പോയി എന്നത് വേറെ കാര്യം. പക്ഷേ ആ ഒരു സംവിധാനത്തിന് ആ കാലഘട്ടത്തിൽ ആ രൂപത്തിലുള്ള ഏറ്റവും വലിയ ഒരു വാതിൽ തുറന്നു തന്നത് അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തായിരുന്നു. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നാം ഓർക്കുമ്പോൾ ഇന്നായിരക്കണക്കിന് മലയാളികൾ ഈ ഒരു സംവിധാനത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കുക, പ്രവാസ ലോകത്ത് ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ ഈ രാജ്യത്തെ ഈ മാറാത്തിലെ ഭരണാധികാരികൾ ചെയ്യുന്ന സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ദഅവത്തിന്റെ കാര്യത്തിൽ മാത്രമാണോ? നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരുപാട് പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ നമ്മൾ ഈ രാജ്യത്ത് വന്നുപെട്ടപ്പോൾ നമ്മെ സ്വീകരിച്ചത് ഈ നാടല്ലേ, ഈ നാട്ടുകാരല്ലേ, ഇവിടുത്തെ ഭരണാധികാരികളല്ലേ? തീർച്ചയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹാക്കിമീങ്ങളെ മറന്നുപോകരുത്. ഹാക്കിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഇസ്ലാമികമായ ബോധം എന്നെന്നും അവരുടെ ഹൃദയങ്ങളിൽ നിലനിർത്താനും അത് സർവോപരി വളർന്നു വരാനും അവരുടെ ഇസ്സത്ത് കൂടുതൽ ഇസ്ലാമികമായ നിലക്കുയരാനും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉൾക്കൊള്ളിക്കണം. ഒരുപാട് സേവനങ്ങൾ നമുക്കറിയാം. നാം നിലകൊള്ളുന്ന ഈ സംസ്ഥാനം, ഈ ഷാർജയിൽ ഇവിടുത്തെ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ അൽ ഖാസിമി ഹഫിളഹുല്ലാഹു വതവല്ല എത്ര വലിയ സംവിധാനങ്ങളും സംരംഭങ്ങളുമാണ് ഇസ്ലാമിക ദഅവത്തിന്റെ മേഖലയിൽ നമുക്ക് തുറന്നു തന്നിട്ടുള്ളത്. വിശദീകരിക്കേണ്ടതില്ല. ഇപ്പോഴും നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കാര്യത്തിൽ വളരെയേറെ അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് ദീനീ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടം, ഇവിടുത്തെ മതകാര്യ വകുപ്പ്, അതിലെ ഉദ്യോഗസ്ഥന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. ഈ വരുന്ന ബലിപെരുന്നാളിന്റെ ദിവസത്തിൽ പുറത്തൊരു ഈദ്ഗാഹ് എന്നത് നമ്മുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു. എല്ലാവർക്കും പങ്കെടുക്കാവുന്ന നിലക്ക് പുറത്തൊരു വലിയ ഈദ്ഗാഹ് മലയാളികൾക്ക് വേണ്ടി, അതിനുള്ള സംരംഭം അൽഹംദുലില്ലാഹ് തുറന്നു കിട്ടിയിരിക്കുകയാണ്. വിശദ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലഭ്യമാകും. വിശാലമായ പാർക്കിങ്ങും സൗകര്യങ്ങളും ഒക്കെയുള്ള പ്രദേശത്ത് തന്നെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അതിനുള്ള സംവിധാനങ്ങൾ കൈവരികയാണ്. വിശദ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് അതിന്റെ അവസരങ്ങളിൽ നിങ്ങളെ ഉണർത്തും. നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത്? എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? നാം അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ അതിനു വേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങൾ നാഥൻ ഒരുക്കി തരുമ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ശബ്ദം ജനങ്ങൾക്കിടയിൽ എത്തിച്ചു കൊടുക്കുവാൻ നിങ്ങൾ എന്തേ അമാന്തം കാണിക്കുന്നത്? എല്ലാ സംവിധാനങ്ങളും തുറന്നു കിട്ടുമ്പോഴും അത് ഉപയോഗപ്പെടുത്താൻ എന്തേ അമാന്തം കാണിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ, പരലോക കോടതിയിൽ പോയി എന്നെയും നിങ്ങളെയും നിർത്തിക്കൊണ്ട് റബ്ബ് ചോദിക്കുമ്പോൾ, നാഥാ, നീ തുറന്നു തന്ന സംരംഭങ്ങളെ ഞങ്ങൾ പരമാവധി നിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ, സാധുവായ എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും കഴിയുമാറാകട്ടെ. നാം ദുആ ചെയ്യുക. നമുക്കാർക്കും അഹങ്കരിക്കാനല്ല ഇത് പറഞ്ഞത്, നമ്മുടെ പ്രവർത്തനങ്ങളുടെ മേന്മ പറയാനല്ല. നാഥന്റെ സഹായങ്ങൾ കിട്ടുമ്പോൾ കൂടുതൽ വിനീതരായിക്കൊണ്ട് ഈ തൗഹീദിന്റെ പ്രചാരകരാവണം എന്ന് സൂചിപ്പിക്കാനാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിന്റെ സഹായം തുറന്നു കിട്ടുമ്പോൾ അഹങ്കരിക്കരുത്, കൂടുതൽ വിനീതരാകൂ, റബ്ബിലേക്ക് കൂടുതൽ അടുക്കൂ, അവനെ വാഴ്ത്തൂ, അവനെ പ്രകീർത്തിക്കൂ, അസ്തഗ്ഫിറുള്ളകൾ അധികരിപ്പിക്കൂ. പടച്ചവനേറെ പുറത്തു തരുന്ന നാഥനാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ യഥാർത്ഥമായ ആ ഒരു സംവിധാനങ്ങളെ കുറിച്ചൊരിക്കലും മറന്നു പോകരുത്. അല്ലാഹു തരുന്ന നിഅമത്തുകളെ ഒരിക്കലും നാം ചെറുതായി കാണരുത്. നമുക്ക് വേണ്ട ഈ സംരംഭങ്ങളൊക്കെ ഒരുക്കി തരുന്ന ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും ഭരണാധികാരികളുമൊക്കെ വലിയ സേവനങ്ങളാണ് ഇസ്ലാമിക ദഅവത്തിന്റെ കാര്യത്തിൽ നമുക്ക് നൽകുന്നത്. അല്ലാഹു അവർക്കെല്ലാം നല്ല രൂപത്തിലുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതമിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മഹാനായ ഭരണാധികാരിയുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പാപങ്ങളും അദ്ദേഹത്തിന്റെ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അദ്ദേഹത്തെയും അല്ലാഹു അവന്റെ സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ്
ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وقه فتنة القبر وعذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا إلى ما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمانة وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.